ഹായ് ഫ്രണ്ട്സ്, വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ 3 അപ്ഡേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അപ്ഡേഷനാണ്. വാട്സാപ്പിൽ നമ്മുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓണാക്കിയിടാൻ മറക്കരുത്. വാട്സാപ്പ് വഴി വരുന്ന വിവിധ തരത്തിലുള്ള ഹാക്കിംഗ് ടെക്നിക്കുകളെല്ലാം തടസ്സപ്പെടുത്തുകയും നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ ഫലപ്രദമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാട്സാപ്പ് സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വാട്സാപ്പ് അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഈ ഫീച്ചർ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാട്സാപ്പ് ഉപയോഗിക്കുന്ന മിക്കവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കോൺടാക്റ്റിൽ ഇല്ലാത്ത ഫോൺ നമ്പറിൽ നിന്നും അപരിചിതരുടെ ഫോൺ കോളുകൾ വരിക എന്നുള്ളത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് വാട്സാപ്പിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ ഒരു സെറ്റിങ്സ് ആക്റ്റീവ് ആക്കിയാൽ തന്നെ അപരിചിതരുടെ ഫോൺ കോളുകൾ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീനിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ നമ്മൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. മുകളിലോട്ട് അല്പം സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ താഴെ നമുക്ക് കോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പ് കോളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഈ ഒരു വിൻഡോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പിലേക്ക് വരുന്ന അനാവശ്യമായ കോളുകൾ തടയാനുള്ള ഒരു ഓപ്ഷനാണിത്. അതായത് നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലൊന്നും നമ്മൾ സേവ് ചെയ്തിടാത്ത ഫോൺ കോളുകളാണ് നമ്മളിവിടെ തടയപ്പെടുന്നത്. അങ്ങനെയുള്ള ഫോൺ കോളുകൾ നമ്മുടെ വാട്സാപ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് നമ്മളിവിടെ ആക്റ്റീവ് ആക്കേണ്ടത്. സൈലൻസ് അൺനൗൺ കോളേഴ്സ് എന്ന് കാണിച്ചിരിക്കുന്ന ഓപ്ഷന് തൊട്ടിപ്പുറത്തായിട്ട് കാണുന്ന ആ ഒരു ബട്ടൺ ഒന്ന് ആക്റ്റീവ് ആക്കുക. അതോടുകൂടി നമ്മുടെ ഫോണിലെ വാട്സാപ്പിലേക്ക് വരുന്ന നമ്മുടെ കോൺടാക്റ്റിൽ ഇല്ലാത്ത ഫോൺ കോളുകളൊക്കെ സൈലൻ്റ് ആയിട്ട് പോകുന്നതാണ്. എന്നാൽ ആ കോളുകളൊക്കെ വന്നതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. ഇതാണ് വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു സെക്യൂരിറ്റി ഫീച്ചർ. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ വാട്സാപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി എടുക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഈ ഒരു വിൻഡോയിലേക്ക് വന്നതിന് ശേഷം നമ്മളൊന്ന് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ താഴെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അഡ്വാൻസ്ഡ് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇവിടെ 3 പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ നമ്മളിവിടെ ആക്റ്റീവ് ആക്കി ഇടേണ്ടതാണ്. ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ്, പിന്നെ പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾസ്, ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്നീ ഓപ്ഷനുകൾ നമ്മൾ ആക്റ്റീവ് ആക്കി ഇടേണ്ടതാണ്. വാട്സാപ്പ് അക്കൗണ്ടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത്രയും ഓപ്ഷനുകൾ ആക്റ്റീവ് ആക്കി ഇടേണ്ടത്. അതുകൂടാണ്ട് താഴ്ഭാഗത്തായിട്ട് ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് നമുക്ക് കാണാവുന്നതാണ്. സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് ഡിഫോൾട്ടായിട്ട് ഓഫായിട്ടായിരിക്കും കിടക്കുക. നമ്മളിത് ഓണാക്കി കൊടുക്കേണ്ടതാണ്. നമ്മുടെ വാട്സാപ്പിലെ എല്ലാ പ്രൈവസി സെറ്റിങ്സും നമ്മൾ ആക്റ്റീവ് ആക്കി എന്ന് പറഞ്ഞാലും ആ സെറ്റിങ്സ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആക്റ്റീവ് ആക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കിടക്കുന്ന ഈ സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ആക്കേണ്ടതാണ്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് വരുന്ന സൈബർ അറ്റാക്കുകളെ തടയാനുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് വായിച്ച് നോക്കിയതിന് ശേഷം താഴത്തെ ഓപ്ഷനായിട്ടുള്ള നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്കും കൂടെ പോകുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ പ്രൈവസി സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ സെറ്റിങ്സിനെ കുറിച്ചും വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആകുന്നതോടുകൂടി നമ്മുടെ വാട്സാപ്പിലേക്ക് വരുന്ന സൈബർ അറ്റാക്കുകളെ തടയാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആകുന്നതോടുകൂടി സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു പുതിയൊരു ഫീച്ചർ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് വഴി നമുക്ക് ലഭിക്കുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം താഴെ കാണുന്ന ടേൺ ഓൺ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. അതോടുകൂടി നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പിന് സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. ഇത് വാട്സാപ്പിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചറാണ്. ഇതെല്ലാവരും ആക്റ്റീവ് ആക്കിയിടാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.